എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അമ്മയെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ തന്നെയാണ് ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ. ആ ഡോക്ടർ പെട്ടെന്ന് പെട്ടെന്ന് വരികയാണ്. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പം ആ ഡോക്ടർ പറയുകയാണ്, കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്, അവനെ ഇന്ന് നമുക്ക് 2 വാർഡിലോട്ട് മാറ്റാം, അവൻ ICUലായിരുന്നു, വാർഡിലോട്ട് മാറ്റാം, 2-3 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാമെന്ന്. എനിക്ക് പെട്ടെന്ന് അത്ഭുതമായിപ്പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാനത് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ആ കൊച്ചിന് അന്ന് 9 ദിവസമായിട്ട് അവൻ നടന്നിട്ട് പോലുമില്ല. അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് നടന്നു. അവന് വായിക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, അവന് പേരൻ്റൽ ന്യൂട്രീഷനാണ് കൊടുത്തിരുന്നത്, അതവൻ വലിച്ചു പറിച്ച് കളഞ്ഞു. അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് നിന്നു. ആദ്യമായിട്ട് അവൻ ബാത്റൂമിൽ പോയി, ടോയ്ലറ്റിൽ പോയി, അല്ലെങ്കിൽ അവന് മോഷൻ പാസ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവനെ വാർഡിലോട്ട് ഡിസ്ചാർജായി. 3 ദിവസത്തിന് ശേഷം അവന് ഡിസ്ചാർജായി പോവുകയും ചെയ്തു.